കൂട്ടുകാർക്കും കിങ്ങോസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. മോള് രാവിലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോകാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവൾ സ്കൂൾ വിട്ട് വന്ന് മേലൊക്കെ കഴുകി നമ്മളിപ്പോൾ അതാ പോവാണ് അമ്പലത്തേക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ നമുക്കൊരു മുനീശ്വര കോവിലുണ്ട്, അതുപോലെ തന്നെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ്. വീടിനടുത്തുള്ളൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റും, അത്രയും അടുത്ത് തന്നെയാണ് നമുക്ക് അമ്പലം ഉള്ളത്. കുറേ നാളായി അമ്പലത്തേക്ക് പോയിട്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്നാൽ പോകാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളത് അയ്യപ്പൻ്റെ അമ്പലത്തിലെത്തി കേട്ടോ. അയ്യപ്പൻ്റെ അമ്പലം എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് മുനീശ്വരൻ്റെ അമ്പലം. അപ്പോൾ നമ്മൾ നേരെ ആദ്യം അയ്യപ്പൻ്റെ അവിടെ തൊഴുതിന് ശേഷം മുനീശ്വരൻ്റെ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അയ്യപ്പൻ്റെ അവിടെയും മുനീശ്വരത്തിൻ്റെ അമ്പലത്തിലും 2 സ്ഥലത്തും ഒരേ തിരുമേനിയാണ് പൂജയ്ക്കുള്ളത് കേട്ടോ. നമ്മുടെ അയ്യപ്പൻ പാട്ടും ഒക്കെ നടക്കുന്നത് ഈ ഒരു അമ്പലത്തിലാണ്. അവിടെ തൊഴുത് ഇറങ്ങി നമ്മൾ നേരെ മുനീശ്വരൻ്റെ അവിടേക്കും വന്നു. അവിടെ ദീപാരാധനയുടെ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിള്ളേരാണെങ്കിൽ അവിടെ ഓടി നടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ദീപാരാധനയ്ക്ക് നിറയെ ആൾക്കാരൊക്കെ വന്നു. വിളക്ക് തെളിയിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു 1-ാം തീയതി ആയതുകൊണ്ട്. പിന്നെ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ചേച്ചിമാർ പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മേലിൽ നിന്ന് വേഗം ഇറങ്ങി അവനും അങ്ങനെ ഓടി കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞ് പായസവും ഒക്കെ കിട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വന്നത്. അയ്യപ്പൻ്റെ അമ്പലത്തിൽ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ദീപാരാധനയ്ക്ക് തിരികൊളുത്തുന്നത്. അപ്പോൾ വന്നതും ഇവിടെയും ദീപാരാധന ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിൽ വന്ന് വിളക്ക് വയ്ക്കുകയാണ്. വിളക്ക് വെച്ചിട്ട് പോകാൻ നിന്നില്ല, കാരണം വിളക്ക് വെച്ച് നമ്മൾ വാതിൽ അടച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ വന്നു വേഗം തന്നെ, നേരം വൈകി ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 6:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ വിളക്കൊക്കെ വെച്ച് മോളോട് അത് കഴിഞ്ഞ് വേഗം നാമം ചൊല്ലാനും ഒക്കെ പറഞ്ഞിരുത്തി. അങ്ങനെ നമ്മൾ വിളക്ക് വയ്ക്കുകയാണ്. വിളക്ക് വെക്കുന്നതിൻ്റെ അവിടെയാണെങ്കിൽ നമ്മൾ ഷോക്കേസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മോനാണെങ്കിൽ ഇപ്പോൾ എത്തുന്ന ഒരു ലെവലായതുകൊണ്ട് തന്നെ അവൻ എത്തി തട്ടൊക്കെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ മേലേക്ക് മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് അവൻ എന്താ ചെയ്യണേ, എത്തി പിടിക്കാൻ വരുന്നുണ്ടോ. അവനോട് പറയാറുണ്ട് തീയാണ്, പേടിയാണ്, ചെയ്യരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വേഗം അകത്ത് വിളക്ക് വെച്ച് പിന്നെ പുറത്ത് വിളക്കൊക്കെ കാണിച്ചു. വിളക്ക് കൊളുത്തി കഴിഞ്ഞ് പിന്നെ 2 പേരും എൻ്റെ പിന്നാലെ തന്നെ നിൽക്കൂട്ടോ, കാരണം വിളക്കിൻ്റെ പിന്നാലെ വരണം. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ കണ്ടകർണൻ്റെ ദൈവമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വിളക്ക് വയ്ക്കുന്നതുകൊണ്ട് 2 പേരും പിന്നാലെ തന്നെ നിൽക്കും. ഇവിടെ വിളക്ക് വെച്ചതിന് ശേഷം നേരെ നമ്മൾ അവിടെ കണ്ടകർണൻ്റെ അവിടെ വിളക്ക് വയ്ക്കാനാണ് കേട്ടോ പോവുക. അപ്പോൾ 2 പേരെയും കൊണ്ടാണ് നമ്മൾ പോവാറ്. അങ്ങനെ നേരെ നമ്മൾ ആ വീട്ടിൽ വിളക്ക് വെച്ചതിന് ശേഷം കണ്ടകർണൻ്റെ അവിടെ വിളക്ക് വയ്ക്കാൻ പോയി. അവിടെ നമ്മൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. കണ്ടകർണൻ്റെ അവിടെ വിളക്ക് വെച്ചതിന് ശേഷം നമ്മൾ നേരെ വന്ന് കുട്ടികളെ നാമം ചൊല്ലാനായിട്ട് ഇരുത്തു കേട്ടോ. മോൾ നാമം ചൊല്ലും, മോനാണെങ്കിൽ കൂടി ഇരുന്ന് അത് കേൾക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കും കേട്ടോ. വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവൾ വേഗം ചേച്ചിയെ പറഞ്ഞ് വിളിച്ച് നാമം ചൊല്ലാനായിട്ട് ഇരുത്തും. അങ്ങനെ മക്കളെ 2 പേരെയും നാമം ചൊല്ലാനൊക്കെ ആയിട്ട് ഇരുത്തി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.